ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതൊരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ടയപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കുട്ടികൾക്കോ വലിയവർക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാനിവിടെ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അവർക്ക്. ഞാൻ എൻ്റെ മോൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ലഞ്ചായിട്ടൊക്കെ കൊടുത്തു വിടാറുണ്ട് സ്കൂളിലേക്കൊക്കെ. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ മമ്മി ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി തരാറുള്ളൊരു ഐറ്റം കൂടിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം റെസിപ്പി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഏലക്കായ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 പിഞ്ച് ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മുതൽ 6 ടീസ്പൂൺ വരെ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ മധുരം ഉണ്ടെങ്കിലാണല്ലോ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. തേങ്ങയും നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. പാല് നമുക്ക് നോക്കിയിട്ട് ബാക്കി പിന്നെ ആഡ് ചെയ്യാം. ദോശമാവിനേക്കാളും കുറച്ച് കട്ടിയിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നമുക്ക് മൈദ ആഡ് ചെയ്തതിന് ശേഷം എന്തോരം പാൽ എക്സ്ട്രാ വേണം എന്നുള്ളത് നോക്കിയിട്ട് ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദ അല്ലെങ്കിൽ നമുക്ക് വീറ്റ് ഫ്ലോർ ആയാലും നമുക്ക് എടുക്കാം. ഏതായാലും കുഴപ്പമില്ല. വീറ്റ് ഫ്ലോർ ആണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. മൈദ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ വീറ്റ് ഫ്ലോറും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിനി ഇതിലേക്ക് കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ബാക്കി മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്. ഞാൻ 1 കപ്പ് മൈദ മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചുകൂടി പാല് നമ്മൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് വല്ലാതെ ലൂസ് ആവാനും പാടില്ല, ഭയങ്കര കട്ടയാവാനും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി മധുരം ആഡ് ചെയ്യുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടുത്തെ മക്കൾക്ക് മധുരം കുറച്ച് കൂടുതലുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി മധുരം ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഉപ്പിടാവുന്നതാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വരേണ്ടത്. ദോശമാവിനേക്കാളും ഒരല്പം കൂടി കട്ടി വേണം. എന്നാൽ ഭയങ്കര കട്ടി വേണ്ട. നമ്മൾ ദോശമാവ് പോലെ തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അതുപോലെ തന്നെയാണ് പരത്തി നമുക്ക് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ അവിടെ മുട്ടയപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമുക്ക് ബാറ്ററി വരേണ്ടത്.
ഒത്തിരി കട്ടിയും ഇല്ല എന്നാൽ ഒത്തിരി ലൂസും അല്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അപ്പം നമുക്കിനി ഇത് ഒരു ഫ്രൈങ് പാനിൽ, നമുക്ക് ദോശയുടെ പാനിൽ നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു ദോശ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു തവി മാവ് എടുത്തൊഴിക്കാം. എൻ്റെ ഇത് ചെറിയ സ്പൂണാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ഒഴിച്ചേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വലിപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചെറുതായിട്ടാണ് വേണ്ടതെങ്കിൽ തീരെ ചെറുതായിട്ട് ഉണ്ടാക്കാം, അതല്ല വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ 2 വശവും നമുക്കൊന്ന് ചുട്ടെടുക്കണം. ഷുഗറിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാറ്ററിൽ നമുക്ക് എപ്പോഴും ഷുഗറിൻ്റെ അളവ് കുറച്ച് കൂടുതൽ നിൽക്കണം, എന്നാലാണ് ദോശ ഉണ്ടാക്കി വരുമ്പോൾ മുട്ടയപ്പമായിട്ട് വരുമ്പോൾ ഇതിനൊരു നമുക്ക് മധുരം ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് മധുരം ഉള്ളതായിരിക്കും നല്ലത്. ഇനി അതല്ല, ഷുഗർ പേഷ്യൻസ് ആണ്, അവർക്ക് മധുരം തീരെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ വീറ്റ് ഫ്ലോറിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഷുഗർ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് നമുക്കത് ഈ സെയിം ഇത് തന്നെ നമുക്ക് കറി കൂട്ടിയും കഴിക്കാം. അപ്പോൾ എൻ്റെ അമ്മാമ്മയൊക്കെ അങ്ങനെയാണ് കഴിക്കാറുള്ളത്. പണ്ടൊക്കെ എൻ്റെ അമ്മാമ്മ അങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മറിച്ചിട്ട് കൊടുക്കാം. അത് ഇപ്പോൾ ഇതിൻ്റെ മറ്റേ വശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ തന്നെ, അധികം സമയമൊന്നും വേണ്ട. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം നമുക്ക് ഈ ബാറ്ററി റെഡിയാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടായാലും രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റികൾ അളവുകളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 8-10 മുട്ടയപ്പം വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരോടും സബ്സ്ക്രൈബും ചെയ്യുക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യില്ലേ? താങ്ക്